ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ബോട്ടിക്കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബോട്ടിൻ്റെ കറിയുണ്ട്. ഞാൻ അതിനായി ആട്ടിൻ്റെ ബോട്ടിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബോട്ടി ഫേവറേറ്റ് ഉള്ളവരൊക്കെ നമുക്ക് ഈ ഒരു ബോട്ടിക്കറി ട്രൈ ചെയ്യാം. ഇതിനായി ബോട്ടി ഞാൻ നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ വെച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ബോട്ടി പ്രത്യേകിച്ച് നമ്മുടെ നൈസ് പത്തിരിയുടെ കൂടെ കൂട്ടാനും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഹോസ്റ്റലിലുള്ള ജെൻസ് ആവട്ടെ ലേഡീസ് ആവട്ടെ തുടക്കക്കാർക്കൊക്കെ ഇത് ഏറ്റവും വളരെ ലളിതമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ബോട്ടി വാങ്ങി കട്ട് ചെയ്ത ബോട്ടി ചിലപ്പോൾ കിട്ടും, എന്തെങ്കിലും വാങ്ങി കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് ബോട്ടിയിലേക്ക് ഞാനിതാ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഒരു ഉള്ളിയോ കാര്യമോ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ബോട്ടിയിലേക്ക് മാത്രം ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ ഇതേപോലെയല്ല ഒരു അര സ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഒരല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായി കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കൈ കൊണ്ട്. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ തക്കാളി വേക്കൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില, തക്കാളി, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട്, അതുപോലെ നമ്മുടെ ഇഞ്ചി, വെള്ളുള്ളി ഇത് മൊത്തമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയാണ് നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു മസാല കൂട്ടിലേക്ക് തന്നെ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ലളിതമായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മടിയുള്ളവർക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടത്. ഇനി കുറച്ച് ഉപ്പും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇതും നമുക്ക് കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയോ അതുപോലെ തന്നെ ബീഫ് മസാല ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലെങ്കിൽ ഇടാം. അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൈ വെച്ച് നന്നായി ഒന്ന് ഞെരടി കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ്സോ അര ഗ്ലാസ്സോ വേണമെങ്കിൽ, കറി ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഒരു ഗ്ലാസ് വയ്ക്കുക, അല്ലെങ്കിൽ അര ഗ്ലാസ്സോ മുക്കാൽ ഗ്ലാസ്സോ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് മെമ്പേഴ്സ് കൂടുതലുള്ളതുകൊണ്ടാണ് ഒരു ഗ്ലാസും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വിസിലിടിപ്പിക്കും കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഒരു 2-3 വിസിൽ വന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. ഇത് നന്നായി കറിയൊക്കെ ഒന്ന് ഇതായിരിക്കണം. ഇത് നമ്മുടെ വേവൊക്കെ പാകമാണോ എന്ന്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചില ബോട്ടി നന്നായി വേവ് വേണ്ടി വരും, കൂടുതൽ വിസിലിടേണ്ടി വരും. അതിനുശേഷം വിസിൽ ഓഫ് ആക്കിയതിന് ശേഷം നോക്കാം. അപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ.